ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്കൊരു തുറന്ന കത്ത്. പാകിസ്ഥാനിലെ ചൈനീസ് അധിനിവേശത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ. ബലൂചിസ്ഥാനിലെ മണ്ണിൽ നിന്ന് ഉയരുന്ന ഈ നിലവിളി ആഗോള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമോ? നമസ്കാരം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിക്കപ്പുറം ബലൂചിസ്ഥാനിൽ സംഭവിക്കുന്നത് കേവലം ഒരു ആഭ്യന്തര കലാപമല്ല, മറിച്ച് ചൈന എന്ന വൻ ശക്തിയുടെ പരോക്ഷമായ അധിനിവേശമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ തണലിൽ ചൈനീസ് ഡ്രാഗൺ ബലൂചിസ്ഥാനെ വിഴുങ്ങുമ്പോൾ ലോകത്തോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് പ്രമുഖ ബലൂച്ച് നേതാവായ മിർ യാർ ബലൂച്ച്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിക്ക് അദ്ദേഹം എഴുതിയ തുറന്ന കത്ത് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. തന്റെ കത്തിലൂടെ മിർ യാർ ബലൂച്ച് ലോകത്തിന് മുന്നിൽ വെക്കുന്നത് ഭയാനകമായ ചില സത്യങ്ങളാണ്. ഗ്വാദർ തുറമുഖവും പരിസര പ്രദേശങ്ങളും ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ല, മറിച്ച് ചൈനീസ് സൈന്യത്തിന്റെ താവളമായി മാറിയിരിക്കുന്നു. ചൈനയുടെ CPEC പദ്ധതി ബലൂചിസ്ഥാന്റെ വികസനത്തിനല്ല, മറിച്ച് ആ മണ്ണിലെ വിഭവങ്ങൾ കൊള്ളയടിക്കാനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ചൈനീസ് താൽപര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ബലൂച്ച് യുവാക്കളെ പാകിസ്ഥാൻ സൈന്യം വേട്ടയാടുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ കാണാതാകുന്നു. മനുഷ്യാവകാശങ്ങൾ കാറ്റിൽ പറത്തപ്പെടുന്നു. തങ്ങളുടെ പരമ്പരാഗത തൊഴിലായ മത്സ്യബന്ധനം നടത്താൻ പോലും ബലൂച്ച് ജനതയെ ചൈനീസ് നാവികസേന അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മിർ യാർ ബലൂച്ച് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിക്ക് കത്തെഴുതിയത്? അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഈ മേഖലയിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും അടിച്ചമർത്തലുകൾക്കെതിരെ ശബ്ദമുയർത്താൻ കരുത്തുള്ള ഏക രാജ്യം ഇന്ത്യയാണെന്ന് ബലൂച്ച് ജനത വിശ്വസിക്കുന്നു. ബലൂചിസ്ഥാനിൽ ചൈനീസ് സൈന്യം നിലയുറപ്പിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അറബിക്കടലിൽ ഇന്ത്യയെ വളയാൻ ചൈന നടത്തുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തിന്റെ ഭാഗമാണിത്. വിഭജനകാലം മുതൽക്കേ ഇന്ത്യയോട് അനുഭാവം പുലർത്തുന്നവരാണ് ബലൂച്ച് ജനത. ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യമാണെന്ന് വാദിക്കുമ്പോഴും അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ത്യ നിരന്തരമായി അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കാറുണ്ട്. മിർ യാർ ബലൂച്ചിന്റെ ഈ കത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന് മുന്നിലെത്തുമ്പോൾ അത് പാകിസ്ഥാനും ചൈനയ്ക്കുമുള്ള ശക്തമായ താക്കീതായി മാറ്റാൻ ഇന്ത്യക്ക് സാധിക്കും. ബലൂചിസ്ഥാനിലെ ജനതയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയമായ പിന്തുണ നൽകുമോ എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടി വരും. ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം നീതിക്ക് വേണ്ടിയുള്ള ഒരു ജനതയുടെ പോരാട്ടമാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്നത്. ആ പോരാട്ടത്തിൽ അവർ ഇന്ത്യയെ രക്ഷകനായി കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തിന്റെ തെളിവാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.